കോൺഗ്രസിൽ നിന്ന് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് ഇതര പാർട്ടിയിൽ നിന്ന് പലരും മനക്കൂട്ട് കെട്ടുന്ന പദവിയാണ് പ്രധാനമന്ത്രി പദം. ആരാകും അടുത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നത് ഇന്ത്യ മുഴുവൻ ചോദിക്കുന്ന ഒരു ചോദ്യവുമാണ്. അതിനിടയിലാണ് സമാജ്വാദി പാർട്ടി നേതാവ് മുലായം സിംഗ് യാദവ് മോദിക്ക് സ്തുതിപാടി രംഗത്തെത്തിയിരിക്കുന്നത്. എന്നാൽ മുലായം മോദിയെ കളിയാക്കിയതാണോ എന്നാണ് ഇപ്പോൾ പലരുടെയും സംശയം. അതിന് കാരണവുമുണ്ട്. മോദിയെ എവിടെ കിട്ടിയാലും കടന്നാക്രമിക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസിനൊപ്പം ചേർന്ന് കണ്ടതിനും കടിയതിനുമൊക്കെ മോദിയെ വിമർശിക്കുന്ന മുലായത്തിന് ഇത് എന്തു പറ്റിയെന്നാണ് ഇപ്പോൾ പാർട്ടി വൃത്തങ്ങൾ തന്നെ ചോദിക്കുന്നത്. കാരണം പ്രധാനമന്ത്രിയാകാൻ അഖിലേഷ് യാദവും കച്ചകെട്ടി ഇരിക്കുമ്പോഴാണ് രണ്ട് വെള്ളത്തിൽ കാലു ചവിട്ടിക്കൊണ്ടുള്ള മുലായനത്തിന്റെ പ്രസ്താവന. നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയായി കാണാൻ ആഗ്രഹമുണ്ടെന്ന പരാമർശവുമായി സമാജ്വാദ് പാർട്ടി സ്ഥാപക നേതാവ് മുലായം സിംഗ് യാദവ് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. 16ാം ലോക്സഭയുടെ അവസാന സമ്മേളനത്തിലാണ് മോദിയെ പിന്തുണയ്ക്കുന്ന പരാമർശവുമായി അപ്രതീക്ഷിതമായി മുലായത്തിന്റെ രംഗപ്രവേശനം. സമ്മേളനത്തിൽ തന്റെ അവസാന പ്രസംഗത്തിലാണ് മുലായം മോദിയോടുള്ള ആരാധന വ്യക്തമാക്കിയത്. ഉത്തർപ്രദേശിൽ രാഷ്ട്രീയ പ്രതിയോഗികളായ ബഹുജൻ സമാജ്വാദ് പാർട്ടിയുമായി ചേർന്ന് BJPയെ പരാജയപ്പെടുത്താൻ മുലായത്തിന്റെ മകൻ അഖിലേഷ് യാദവിന്റെ നേതൃത്വത്തിൽ കൊണ്ടുപിടിച്ച ശ്രമം തുടരുമ്പോഴാണ് ഈ മോദി സ്തുതി എന്നത് ശ്രദ്ധേയമാണ്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP മികച്ച വിജയം നേടി നരേന്ദ്രമോദി അധികാരത്തിൽ തിരിച്ചെത്തുമെന്നാണ് പ്രതീക്ഷയെന്നും ലോക്സഭയിലെ അവസാന പ്രസംഗത്തിൽ മുലായം പറയുന്നു. അടുത്ത ലോക്സഭയിലും ഇപ്പോഴുള്ള അതേ MPമാരെ തന്നെ ഇവിടെ കാണാനാകുമെന്നാണ് എന്റെ പ്രതീക്ഷയെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. നരേന്ദ്രമോദി തന്നെ വീണ്ടും പ്രധാനമന്ത്രിയാകുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിന് ഒരു നല്ല അവസരം കൂടി ലഭിക്കണം. ഓരോ ആവശ്യവുമായി ഇപ്പോഴേക്ക് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോ അപ്പോഴെല്ലാം പെട്ടതും തന്നെ അത് ചെയ്തു തന്നിട്ടുണ്ട്. കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയുടെ തൊട്ടടുത്ത് നിന്നായിരുന്നു മുലായത്തിന്റെ പ്രസ്താവന എന്നതും വളരെ ശ്രദ്ധേയമാണ്. മുലായം മോദിയെ പൊഴുത്തുമ്പോൾ ചെറു ചിരിയോടെയാണ് സോണിയ അടുത്തു കേട്ടിരുന്നത്. മോദിയാകട്ടെ മുലായത്തിന് നേരെ കൈകൂപ്പി. പിന്നീട് പ്രസംഗിക്കാൻ ഊഴം വന്നപ്പോൾ മുലായത്തിന് നന്ദി പറയുകയും ചെയ്തു. സമാജ്വാദ് പാർട്ടിയുടെ സ്ഥാപക നേതാവാണെങ്കിലും കഴിഞ്ഞ UP നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുതൽ മകൻ അഖിലേഷ് യാദവുമായും അദ്ദേഹത്തിന്റെ നേതൃത്വവുമായും മുലായം അത്ര രസത്തിലല്ല. മോദി തരംഗം അവസാനിച്ചിട്ടില്ലെന്ന് മുലായം മനസ്സിലാക്കിക്കൊണ്ടാകും ഇപ്പോൾ ഇത്തരത്തിലൊരു ചുവടുമാറ്റം. കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് പ്രിയങ്ക എത്തിയപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ പ്രിയങ്കയ്ക്കും കോൺഗ്രസിനുമൊപ്പം നിൽക്കുമെന്ന് കരുതിയെങ്കിലും തെറ്റിയെന്നാണ് ഇപ്പോൾ സമാജ്വാദ് പാർട്ടിയുടെ നെടും തൂണായ മുലായം സിംഗിന്റെ കളമാറ്റത്തിന് കാരണമെന്നും സംശയിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.